ഹായ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡിൽ നല്ല സ്കോപ്പുള്ള, ഇനി വരാൻ പോകുന്നൊരു 10-15 വർഷത്തേക്ക് നന്നായിട്ട് ബൂം ചെയ്യാൻ പോകുന്ന, നല്ല സാലറിയും നല്ല സ്കോപ്പൊക്കെ ഉണ്ടാകാൻ പോകുന്ന മെഡിക്കൽ ഫീൽഡിലെ ഒരു 5ഓളം കരിയർ ഓപ്ഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് ഇത് നമുക്കറിയാം, നീറ്റ് പോലത്തെ എക്സാംസ് ഒക്കെ എല്ലാവർക്കും ഡോക്ടർ ആവാനും കഴിഞ്ഞോളുന്നില്ല. കാരണം നീറ്റ് പോലത്തെ എക്സാംസ് ഒക്കെ എഴുതി മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻസ് കിട്ടി. അത് നല്ല കോമ്പറ്റേറ്റീവായ ഒരു ഏരിയ ആണ്, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. സോ എല്ലാവർക്കും അത് പറ്റിക്കോണമെന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഒരു ഹൈ ഡിമാൻഡിങ് ആയിട്ട് വരാൻ പോകുന്ന ഒരു 5ഓളം പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തത് നമുക്കറിയാം, നമ്മുടെ ഈ ഒരു മാറി വരുന്ന ഈ ഒരു കാലത്ത്, അതായത് മാനസികാരോഗ്യത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊണ്ടുവരുന്ന സമയത്ത് BSc സൈക്കോളജി ഒരു നല്ല കോഴ്സാണ്. കാരണം അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇന്ന് മെൻ്റൽ ഹെൽത്ത് ഏരിയ നമ്മുടെ നാട്ടിലൊക്കെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അതായത് ശരീരം അല്ലെങ്കിൽ ബോഡിക്ക് ശാരീരികമായ ആരോഗ്യം എന്ന് നമ്മൾ പറയുമല്ലോ, ഇതിനപ്പുറത്തേക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു ടേമും അതുപോലെ തന്നെ അതൊക്കെ ചർച്ചയായി വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്തേക്ക് ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ വലിയ രീതിയിൽ ബൂം ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം ഒരുപാട് പേർക്ക് നമുക്കറിയാം, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ വലിയ സ്ട്രെസ്ഡും ഡിപ്രഷനും, അങ്ങനെ ഈ ഒന്നാമത് നമ്മുടെ ആളുകളുടെ ഇൻട്രാക്ഷൻ വളരെ കുറഞ്ഞു. സോഷ്യലി നമ്മൾ വളരെയധികം ബാക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഡിജിറ്റലി നമ്മൾ വലിയധികം മുമ്പിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ആയത്. അങ്ങനെ ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെയധികം വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്ത് ഏരിയ ആയിട്ടുള്ള സൈക്കോളജി വെറുതെ പഠിച്ചാൽ പോരാ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള സൈക്കോളജി പ്രൊഫഷണൽസിന് ഇനി വരാൻ പോകുന്ന കാലത്ത് നല്ല സ്കോപ്പ് ഉണ്ടാവും. സോ BSc സൈക്കോളജി എന്ന് പറയുന്നത് നല്ലൊരു ചോയ്സാണ്. നന്നായിട്ട് നിങ്ങളത് പഠിക്കണം. നല്ല സ്കില്ല് അതിൽ നേടിക്കഴിഞ്ഞാൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം ഒരുപാട് പേര് പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്കില്ലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നല്ല സ്കില്ലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ഇതിൽ കഴിയുമെന്നുള്ളതാണ്. സോ ഒന്നാമത്തത് BSc സൈക്കോളജിയാണ്. രണ്ടാമത്തത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയാണ്, അതായത് BPT. നമുക്കറിയാം, BPT എന്ന് പറയുമ്പോൾ, ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ഇഞ്ചുറികൾ പറ്റുക, അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഇപ്പം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ആക്സിഡൻറ്റ്സ് കാര്യങ്ങൾ, ഇങ്ങനെ ശാരീരികമായിട്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പം ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്നത്തെ ഈ ഒരു സമയത്ത് ഞാൻ സംസാരിക്കുന്ന ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിസിയോതെറാപ്പിക്ക് ഡോക്ടറുടെ കൂടെ തന്നെ നിന്നിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു കരിയർ ഓപ്ഷനായി മാറിയിട്ടുണ്ട്. ഇപ്പം ഡോക്ടർ എന്നുള്ള ആ ഒരു നെയിം കൂടെ ഫിസിയോതെറാപ്പിസ്റ്റിന് BPTക്കാർക്ക് കൊടുക്കാം എന്നുള്ള ഒരു സർക്കുലർ കൂടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡോക്ടറെ പോലെ തന്നെ അല്ലെങ്കിൽ ഡോക്ടറുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിലുള്ള സ്കോപ്പ് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഫിസിയോതെറാപ്പി ഇന്ന് ചെയ്യുന്നുണ്ട്. പണ്ട് ഫിസിയോതെറാപ്പി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കേട്ട് പരിചയമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുവിധം ആളുകളൊക്കെ ഫിസിയോതെറാപ്പി എന്താണെന്നുള്ളതും ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സ്കോപ്പും കൂടുതലാണ് ഇനിയുള്ള വരാൻ പോകുന്ന കുറച്ച് കാലത്തേക്ക്. സോ മറ്റൊന്നാണ് BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. BSc റേഡിയോളജി നമുക്കറിയാം, എല്ലാ ഹോസ്പിറ്റൽസിലും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അല്ലാതെ പ്രൈവറ്റ് ആയി തുടങ്ങുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ, അതായത് നമുക്ക് MRI, പിന്നെ CT സ്കാൻ, ഇങ്ങനെ സ്കാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടെക്നീഷ്യൻസിന് ഇതിന് ആവശ്യമുണ്ട്. ഇതിന് സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് അല്ല ഈ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക. ഇതിന് നല്ല രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്ത നല്ല ടെക്നീഷ്യൻസിന്, സ്കിൽഡ് ആയ ആളുകളെ ഇതിന് ആവശ്യമുണ്ട്. സോ ഇത് ഒന്നാമത്തെ കാര്യം, എല്ലാ ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പുറത്തും ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള മെഷീൻസും കാര്യങ്ങളുമായിട്ടുള്ള ലാബുകൾ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു സ്കോപ്പ് വരും കാലത്തുണ്ടാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ല സ്കിൽഡ് ആവണം. ഇത് വെറുതെ ഒരു കോഴ്സ് പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ജോലി കിട്ടിക്കോണമെന്നില്ല. നമ്മൾ സ്കിൽഡ് ആവുക എന്നുള്ള കാര്യം കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. മറ്റൊന്നാണ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്. അതായത് BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് നമുക്കറിയാം, ഇതിൻ്റെ ഒരു കാരണം ഇനി വരാൻ പോകുന്ന ഒരു 10-15 കൊല്ലത്തിനുള്ളത് ബൂം ചെയ്യുമെന്ന് പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടി വരികയാണ്. അമിതവണ്ണം, അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലുള്ള വന്ന മാറ്റം, അങ്ങനെ ഈ ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടി വരികയാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നല്ല ന്യൂട്രീഷൻസ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ, ഏറ്റവും നല്ല സയൻറ്റിഫിക് ആയിട്ട് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ന്യൂട്രീഷൻസിന് അതുപോലെ തന്നെ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന ആളുകളെയും നമുക്ക് നല്ല പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. ഇപ്പം ഹോസ്പിറ്റൽസിലൊക്കെ എന്താ കാരണം എന്ന് വെച്ചാൽ പല രോഗങ്ങളും വരാനുള്ള കാരണം നമ്മുടെ ഭക്ഷണം ക്രമം കൃത്യമായില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം, നല്ല സ്ട്രക്ചേർഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഓർഡറിൽ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ കൃത്യമായ ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, എങ്ങനെ കഴിക്കണം, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ല ആളുകൾ ആവശ്യമാണ്. ഇത് രോഗികൾക്കായാലും എല്ലാവർക്കും ഞാൻ പറയുന്നത് ഹെൽത്ത് ആളുകളുടെ ഹെൽത്ത് വീക്കായി വരികയാണ്. അപ്പം അത് പല കാരണങ്ങളുണ്ട് ഭക്ഷണത്തിൻ്റെ ഈ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുന്ന നല്ല ന്യൂട്രീഷൻസിന്, ഇപ്പോൾ ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിൽ ഇന്ന രോഗം കഴിഞ്ഞു, ഇപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കണം. അതുപോലെ ആക്സിഡൻറ്റ് കഴിഞ്ഞു, അപ്പോൾ ഇന്ന സ്ഥലത്ത് പ്രശ്നം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം
ഏത് കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഡോക്ടറുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനും നല്ലൊരു സ്കോപ്പ് ഇനി ഭാവിയിൽ വരാനുണ്ട് എന്നുള്ളതാണ്. അടുത്തതാണ് ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി നമുക്കറിയാം ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൂടി വരികയാണ്. കാരണം എല്ലാവരും ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പലർക്കും പല സ്ട്രെസ്സ്, ആങ്സൈറ്റി കാര്യങ്ങൾ, ജോലി സ്ഥലത്തുണ്ടാകുന്ന മറ്റു ഇഷ്യൂസ്, ഇതൊന്നും മാനേജ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ആളുകളുടെ ജോലി. സോ ഇത്തരം ആളുകൾ, കാരണം ഈ ജോലി സ്ഥലത്തുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അത് കൂടുന്ന സമയത്ത് അതിൽ ഒരു കെയർ കൊടുക്കാനും ഒരു മാറ്റം കൊണ്ടുവരാനും കഴിയുന്ന ആളുകളെയും ഇതിന് ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഈ കാലത്ത് ഹൈ സ്കോപ്പുള്ള, അല്ലെങ്കിൽ ഡോക്ടർ ഫീൽഡിനേക്കാൾ, അതായത് ഡോക്ടർ ഫീൽഡ് നമുക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ MBBS പഠിച്ച് ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ ഹെൽത്ത് കെയറിൽ നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ മറ്റു കോഴ്സുകളാണ്. സോ ഒരുപാട് കോഴ്സുകൾ വേറെയുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ, ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.